ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത്. അതായത് ഈ ഭൂമി ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഏറ്റവും നിർണായകമായ ഒരു വാർത്ത, അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. ഗംഗാവലി നദിയിൽ, അതായത് ഈ സംയുക്ത സേന പറഞ്ഞതുപോലെ ആ ഒരു ഭാഗം നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അത് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ് തന്നെയാണ് അത്തരത്തിലൊരു വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. അത് അത്രയും നീളത്തിലുള്ള, അതായത് ഒരു 12 വീലടങ്ങുന്ന ഭാരത് ബെൻസിൻ്റെ അത്ര നീളത്തിലുള്ളൊരു ട്രക്കാണ്. അത് കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ട്രക്ക് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ട്രക്ക് അത് അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. SP ആണ്, അതായത് ജില്ലാ പോലീസ് മേധാവിയാണ് അത് അർജുൻ്റെ ട്രക്കാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തമായ മഴയും ഇവിടെ പെയ്യുന്നുണ്ട്. ഏതായാലും ഈ 9ാം നാളാണ് ഇത്തരത്തിലൊരു ശുഭവാർത്ത കേരളത്തിലേക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. കാരണം ഈ 16-ാം തീയതി ഈ 12 ദിവസം മുമ്പാണ് അർജുനെ ഇത്തരത്തിലുള്ളൊരു അപകടത്തിൽപ്പെട്ടത്. അതിനുശേഷം നടന്ന തിരച്ചിൽ ഇപ്പോൾ 9 ദിവസമായി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കിട്ടിയിരിക്കുന്നു, അർജുൻ്റെ ഒരു ട്രക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടിരിക്കുന്നത്. നേവിയുടെ സിഗ്നലിലാണ് അർജുൻ്റെ ട്രക്ക് ലഭിച്ചിരിക്കുന്നത്. നേവിയുടെ 2 സിഗ്നലാണ് നേവിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് മോസ്റ്റ് പ്രോബബിൾ എന്ന് അദ്ദേഹം നേവി അടയാളപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നടത്തിയ തിരച്ചിലാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. അത് SP അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഏതായാലും വളരെ സന്തോഷത്തോടെ വളരെ ശുഭകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ഒരു എല്ലാവരുടെയും വിജയമായി തന്നെ കാണേണ്ടി വരും. കാരണം അത്രയും 9 ദിവസത്തോളം ഈ ശക്തമായ മഴയും വെയിലിനെയും ഒക്കെ മറികടന്നുകൊണ്ട് നടത്തിയ തിരച്ചിൽ, ആ ഒരു തിരച്ചിലിൻ്റെ ഇപ്പോൾ ശുഭസൂചകമായി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അർജുൻ്റെ ട്രക്ക് ഇപ്പോൾ ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഇപ്പോൾ തിരച്ചിൽ, ഭൂമി ഉപയോഗിച്ചുള്ള തിരച്ചിലൊക്കെയും ഇപ്പോൾ ആ ഒരു ട്രക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് നമുക്ക് അവിടെ പോകാനുള്ള ഒരു അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാണ്. ഭൂമി ഉപയോഗിച്ച് അവിടെ പുഴയിലെ മണ്ണ് മാറ്റുന്നു, തുടർന്ന് JCBകൾ ഉപയോഗിച്ച് അത് അവിടെ നിന്ന് നീക്കുന്നു, അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ്. ഏതായാലും അർജുൻ്റെ ട്രക്ക് ഇപ്പോൾ പുറത്ത് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.